ഇന്ന് നമുക്ക് നോക്കേണ്ടി പോകുന്നത് നമ്മുടെ ഇതിന്റെ സെർട്ടൻ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്നൊരു റെഫറൻസ് ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെ വേണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നമുക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. അവിടെ എലിമെന്ററി ഐഡിയാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിനകത്തുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തുവേണം റെഫർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ടും ആ കാർബണിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. കാർബൺ സ്ട്രക്ചേഴ്സ് കുറച്ച് നമ്മളവിടെ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് നോക്കിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സും കാർബണിന്റെ ബൾക്ക് മിനിസ്റ്റർ സ്ട്രക്ചറും ഓക്കെ, അപ്പോൾ അതുപോലത്തുള്ള ഒന്ന് രണ്ടെണ്ണം കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കുക. ദെൻ അതിന് പുറമെ അതിൽ പറയുന്ന ഒന്ന് രണ്ട് വേറെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ നാനോ ട്യൂബ്, നാനോ ഇലക്ട്രോണിക്സ്, നാനോ ബയോമാറ്റിക്സ്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ടെക്നോളജി, അതായത് ഇപ്പോൾ റൈറ്റ് ഇനി ആപ്ലിക്കേഷൻ ഞാൻ ടെക്നോളജി ചോദിച്ചാൽ നമുക്കിപ്പോൾ നമുക്ക് അറിയാവുന്ന ഏത് ടെക്നോളജി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക, നമ്മളല്ലാത്ത ഒരു രീതി ഒന്ന് റെഫർ ചെയ്തുകൂടി നിങ്ങൾ അവിടെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് റീസെന്റ് ആപ്ലിക്കേഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്താണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ല നമുക്കതൊരു കാണാപ്പാഠം പഠിച്ചെഴുതുന്ന കാര്യം മാത്രമല്ല, കാരണം അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എലമെന്ററി ഐഡിയാസ് ഉള്ളി എന്ന്. അപ്പോൾ ഒരുപാട് തിയറിയിലോട്ട് ഒന്നും പോകണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണെന്നൊരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു സെക്ഷൻ മൊഡ്യൂൾ 6 നമുക്ക് 2 സെക്ഷനായി കിടപ്പുണ്ട്. അതായത് അത് ആ കാർബൺ നാനോ ട്യൂബ്, കാർബൺ നാനോ ഡയമണ്ട് അതൊരു സെക്ഷനും, ദെൻ അതിനുശേഷം വന്നിട്ട് നമുക്കൊരു നെക്സ്റ്റ് ഒരു സെക്ഷനുമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, അതവിടെ നിങ്ങൾ നോക്കി എടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് കാർബണിനെ കുറിച്ച് നോക്കാം. ഇത് അത്യാവശ്യം അറിഞ്ഞിരിക്കുക കേട്ടോ, ഇത് ചോദിക്കും എക്സാമിനേഷന്. അപ്പോൾ കാർബണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്കതൊരു 4 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ നാനോ ട്യൂബ് ആണ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്, ബട്ട് നമുക്കൊന്നും ഇപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇവിടെ നമ്മൾ അത്രയും അങ്ങനെ അറിയുന്നില്ല. ബട്ട് പല രീതിയിലും മെഡിക്കൽ ഫീൽഡിലായാലും റിസർച്ച് ഫീൽഡിലായാലും എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നിങ്ങനെ അഡ്വാൻസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് കാർബൺ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്, ബട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു യൂസോ അങ്ങനെ നമുക്ക് എന്തില്ല, പെട്ടെന്ന് നമുക്ക് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഒരു ഫെമിലിയാരിറ്റി നമുക്ക് അവിടെ ചിലപ്പോൾ കാണണം എന്നില്ല. ഓക്കെ, എന്നാലും പല രീതിയിലും ഓക്കെ ഈ ഒരു നമ്മുടെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതിലും ഓക്കെ പല ക്യാൻസേഴ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ പല വൈറസുകൾ ട്രീറ്റ്മെന്റുകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെക്ഷനുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ സ്ട്രക്ചേഴ്സും കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് ആർ വൺ ഓഫ് ദ promising nano material that has a wide range of application various modern technology. ഇന്നത്തെ എല്ലാ ഇതിലും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു സെക്ഷനാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു കാർബൺ നാനോ ട്യൂബില് കാർബൺ നാനോ സ്ട്രക്ചേഴ്സിൽ അവിടെ കാർബൺ ബൾക്കി ബാൾസ് ഉണ്ട്. അതായത് ബൾക്കി ബാൾസ് കാർബൺ ടെക്നോളജിയിൽ, അതായത് കാർബൺ നാനോ ടെക്നോളജി മീൻസ് അവിടെ ഒരു പ്രത്യേക സെക്ഷനാണ്. കാരണം അതിന് തന്നെ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്നുണ്ട്. ഓക്കെ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഈ കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നതാണ് കാർബണിന്റെ ബൾക്കി ബോൾസ് എന്ന് പറയും. അതായത് ഇതെന്താ അറിയാമോ, ഇത് 0 ഡയമെൻഷൻ, അതായത് ഡോട്ട്, കാർബൺ ഡോട്ടുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഈ കാർബൺ ബൾക്കി ബോൾസ് എന്ന് പറയുന്നത്. അത് വളരെ ചെറുതായിരിക്കും, തന്നെയായിരിക്കും, ഓരോ ഡോട്ട്സ് ആയിരിക്കും അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് ദി 0 ഡയമെൻഷണൽ കാർബൺ നാനോ സ്ട്രക്ചർ ആണ്. ഇനി അത് 1 ഡയമെൻഷണൽ ആവുന്ന സമയത്ത് അവിടെ എന്തായിട്ട് മാറും, അവിടെ കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ട് മാറും. ഓക്കെ, കാർബൺ നാനോ ട്യൂബ്, കാരണം അത് 1 ഡയമെൻഷൻ ആണ്. പിന്നെ ഷീറ്റ് ആയിട്ട് മാറും, അത് 2 ഡയമെൻഷൻ ആണ്. പിന്നെ നാനോ ഡയമണ്ട്സ് ഉണ്ട്. നാനോ ഡയമണ്ട്സിലോട്ട് എത്തുന്ന സമയത്ത് അതെന്തായിട്ട് മാറും, 3 ഡയമെൻഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്? ഓക്കെ, കാരണം നമുക്ക് നോക്കാം, അത് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഓരോന്നിന്റെ ആപ്ലിക്കേഷൻ വിധം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നത് എന്താണ്, നമ്മൾ കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് ഒരു ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോൾ അതിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് ഇത്രത്തോളം വരുന്നത്, കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ അബണ്ടന്റ്ലി അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ കാർബണിന്റെ ആ ഒരു കോവാലൻസി പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിനൊരു കാരണമാണ്. പിന്നെ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. ഓക്കെ, ലൈറ്റ് വെയിറ്റും ആണ് കാർബൺ, അതുപോലെ സ്ട്രോങ്ങും ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു വീട്ടിലേക്കുള്ള കരി. ഓക്കെ, നമ്മുടെ ചിരട്ട കരി ഉണ്ടല്ലോ, നമ്മൾ ചിരട്ട കത്തിക്കുമ്പോൾ കിട്ടുന്ന സാധനം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ ആ ഒരു വെയിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് എന്ന് വെച്ചാൽ എന്താണ്, കുറച്ച് കൂടുതലാണ്. പിന്നെ അതിന്റെ സർഫസിൽ അബ്സോർപ്ഷൻ ഇത് കൂടുതലാണ്, പോൾസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് പല ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അബ്സോർബ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അവിടെ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കേസ് അതിൽ വരുന്നുണ്ട്. സോ കാർബൺ എക്സ്ട്രീംലി സ്ട്രോങ്ങും ആണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റും ആയിട്ടുള്ള ഒരു
കോമ്പൗണ്ടാണ്, എലമെന്റാണ് നമ്മുടെ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കാർബണിന്റെ നാനോ ട്യൂബ്സുകൾ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് മോർ കണ്ടക്റ്റീവ് ദാൻ കോപ്പർ. ഓക്കെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം നല്ല രീതിയിലൊരു കണ്ടക്ടിവിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്. They can be used for physical structure due to the strength. Electrical device can be produced from them due to the low electrical resistance. Okay. അപ്പോൾ അതിന്റെയൊക്കെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ കുറവ് കേട്ടോ. ഓക്കെ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും കുറവാണ്. അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ നമുക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് പല മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിർമ്മിക്കാൻ പറ്റും. കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്തുകൊണ്ട് നാനോ ഫൈബേഴ്സ് നമ്മൾ നിർമ്മിക്കാറുണ്ട്. ഓക്കെ. അങ്ങനെ പിന്നെ നമുക്ക് ഇതൊക്കെ വെച്ച് ഹാർട്ടിന്റെ ഒക്കെ വാൽവുകൾ. ഓക്കെ. വാൽവ് അറിയാലോ. നമുക്ക് ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും മെഡിക്കൽ മെഷീൻസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ അവിടെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ ഡിവൈസസ്, നമ്മുടെ ഐസിസിന്റെ ഫാബ്രിക്കേഷൻ, അതുപോലെ തന്നെ ഇത്തരം മൈക്രോ രീതിയിൽ. ഓക്കെ. നമുക്കിപ്പോൾ അറിയാം, നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുകയാണ്? എല്ലാ ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരുവാണ്. ഓക്കെ. നമ്മൾ ആദ്യം നമ്മൾ കണ്ട ടിവി അല്ല ഇന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. ഇന്ന് ടിവിയും വേണ്ട, എന്താണ് ജസ്റ്റ് ഫോണാണ്. ഫോണും കഴിഞ്ഞിട്ട് ഇപ്പോൾ വാച്ചിലോട്ടും ഓക്കെ അങ്ങനെ പല ടെക്നോളജിയിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ സൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവരുവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നാനോ ട്രാൻസിസ്റ്റേഴ്സ്, നാനോ ഡയോഡ്സ്, നാനോ എൽഇഡി ഇതുപോലെയുള്ള സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഡെവലപ്പ് ചെയ്യണം. സോ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം നാനോ ഫൈബേഴ്സ് അല്ലെങ്കിൽ നാനോ ട്യൂബ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. Then some examples application for the structural carbon nanoparticle include automobile, furniture, spaceship, towers, etc. Okay. നമുക്ക് ഈ ഒരു നാനോ ഫൈബേഴ്സിൽ കാർബൺസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോങ് ഡിസ്റ്റൻസ് പവർ കേബിൾസ്, മൈക്രോ ഇലക്ട്രോണിക്സ് ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമുക്ക് പല ഇതിലും ഈ ഇന്റേണൽ വയറിംഗ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ഒരു നമ്മുടെ എന്താ സർക്യൂട്ട് ബോർഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഇന്റേണൽ വയറിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്താ കൂടുതൽ യൂസ് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റില്ല. ബട്ട് ഇൻസൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ സർക്യൂട്ട് നോക്കുമ്പോൾ ഇവിടെ കോപ്പർ വയറും അതുപോലെ തന്നെ കുറച്ച് സബ് കമ്പോണൻസ് മാത്രം കാണും. മുൻപൊക്കെ ആണെങ്കിൽ അത്രയും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ വരുമ്പോൾ പിന്നെ ഐസിസ് മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നത്. ഐസിയും ഒന്നുണ്ട് കപ്പാസിറ്റർ മാത്രം പുറത്ത് കാണും. റെസിസ്റ്റേഴ്സ് ഒന്നും നമ്മൾ കാണാൻ പോലും പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും? ആ രീതിയിലൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ വരുന്ന നമ്മുടെ ഇതിൽ വരുന്നത് ഈ ഒരു ബൾക്ക് മിൻസ്റ്റർ ഫുള്ളറൻസ് ആണ്. ഓക്കെ. എന്താണ്? ബൾക്ക് മിൻസ്റ്റർ ഫുള്ളറൻസ്. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാർബണിന്റെ ഒരു ആപ്ലിക്കേഷൻ, കാർബൺ നാനോ ട്യൂബ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതിൽ ഈ ഒരു ഫ്ലറൻസ് എന്ന് വെച്ചാൽ എന്താണ്? മോളിക്യൂലർ കമ്പോസ്ഡ് ഓഫ് എൻറ്റയർലി ഓഫ് കാർബൺ. ഓക്കെ. അത് കാർബൺ ബോൾസ് എന്ന് പറയാറുണ്ട്. അതായത് കാർബണിന്റെ ഒരു ഫുട്ബോൾ ഷേപ്പിലാണ് എന്ത് ചെയ്യും? ബൾക്ക് മിൻസ്റ്റർ ഫുള്ളറൻസ് അവിടെ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ഹോളോ സ്പിയർ ഫോം ചെയ്യും. അല്ലെങ്കിൽ ഒരു എലിപ്സോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഫുള്ളറൻസ് ആയിരിക്കാം. ഓക്കെ. അപ്പോൾ സിലിണ്ടറിക്കൽ ഫുള്ളറൻസ് ആവുന്ന സമയത്ത് അവിടെ നാനോ ട്യൂബ്സ് എന്നും ബൾക്കി ട്യൂബ്സ് എന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അല്ലാത്തത് നമുക്ക് എന്ത് പറയാം? ഇതൊരു ഫുൾ ബോളിന്റെ ഷേപ്പാണ് വരുന്നത്. ബട്ട് അകത്തൊന്നും കാണത്തില്ല. എന്തായിരിക്കും? കംപ്ലീറ്റ്ലി അവിടെ ഫ്രീ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ബൾക്ക് മിനറൽസ് ഫുള്ളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഫുള്ളറൻസ് ഒക്കെ ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഏകദേശം ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറാണ്. ദെൻ ഡിഫറെന്റ് ഷീറ്റ്സ് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. ആ ഷീറ്റ്സ് ഹെക്സണൽ റിംഗ്സ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഹാങ് ചെയ്യും. അല്ലെങ്കിൽ ഹെക്സൽ റിംഗ്സ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ ലിങ്ക് ചെയ്യും. സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വലിയൊരു ബോൾ പോലെ എന്ത് ചെയ്യുകയാണ്? ഇതാണ് ഫുള്ളറൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫുള്ളറൻസ് 60 നമ്മൾ പറഞ്ഞ ബൾക്കി ബോൾസ് എന്ന് പറയും. ഓക്കെ. ഇറ്റ് ഈസ് എ സ്പെറിക്കൽ carbon molecule with 60 carbon atom arranged in a saucer ball shape. Each of carbon atom participate in one double and two single bonds. Hence, each hexagonal benzene rings shares. അതായത് ഹെക്സൽ ബെൻസിൻ റിംഗ്സിന്റെ ഷേപ്പ് ആണ് വരുന്നത്. ബെൻസിൻ അല്ല, ബെൻസിൻ റിംഗ്സിന്റെ ഷേപ്പ് ആണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരു പെന്റഗൺ റിംഗ് ആയിട്ട് എന്തുണ്ട്? അവിടെ മാറുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? ഫുള്ളറൻസ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ. ഇതിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നത് കേട്ടോ, ഫുള്ളറൻസിൽ. ഓക്കെ. ദെൻ sometimes the atom can be placed in the Fuller's ball, then it is called the ഏതോഹൈഡൽ. ഓക്കെ. എൻഡോഹൈഡൽ എന്ന് പറയും. അപ്പൊ അത് ഡോപ്പിംഗ് പ്രോസസ് ആണ് ചെയ്യുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. ഫ്ലൂറിൻസിനകത്ത് എന്തെങ്കിലും ഒരു ആറ്റംസ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ എൻഡോഹീഡൽ എന്ന് പറയും. ദെൻ ആ ഒരു ഡ്രോപ്പിംഗ് പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ബോണ്ടിങ്ങിലും അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചേഞ്ചസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ വേണ്ട, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇതിൽ ആറ്റംസ് ക്യാൻ ബി അറ്റാച്ച്ഡ് വിത്ത് ഫുള്ളൻസ് ബോണ്ട് ഫ്രം ദ ഔട്ട്സൈഡ് ആസ് സോൾട്ട് ആൻഡ് ദേ ആർ കോൾഡ് എക്സാഹെഡ്രൽ ഇഫ് ദ ഫുള്ളൻസ് ക്യാൻ ഗെയിൻ ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്?
ആറ്റംസിന്റെ ഔട്ട്സൈഡിലാണ് അറ്റാച്ച് ചെയ്തെങ്കിൽ എക്സാ ഹെഡ്രൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ പറയും. ഓക്കെ. അപ്പൊ അവിടെ അതിന് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇതിന് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യേണ്ട ഒരു കപ്പാസിറ്റി അവിടെ വരും. ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ ഫുൾ റാൻഡത്തിൽ വരുന്നത്. ദെൻ ഫുൾ റാൻഡ്സ് മോണോ ലെയർ ആക്കി എടുക്കാറുണ്ട്. ഓക്കെ. ക്യാൻ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ എ സർഫസ് ഈസ് എ മോണോ ലെയർ. ഓക്കെ. മോണോ ലെയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം സ്പെസിഫിക് ലൊക്കേഷനിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സർട്ടൻ ആപ്ലിക്കേഷൻ, അതായത് ലൊക്കേഷൻ, ഈ ഒരു കറക്റ്റ് പറയാൻ നമ്മുടെ ബയോളജിക്കൽ പരമായി നോക്കുവാണെങ്കിൽ നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ട്രീറ്റ്മെന്റും അങ്ങനെയുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതൊക്കെ ഈ ഒരു ഫുള്ളറൻസിന്റെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ആണ് നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്. ദെൻ അതുപോലെ തന്നെ നമുക്കവിടെ എന്ത് ചെയ്യാം, ഇതില് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ പോസിബിലിറ്റി എവിടെ വരുന്നുണ്ട്, നമ്മളെ ഈ ഒരു ഫുള്ളറൻസിൽ അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് കുറച്ചുകൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ. ഫുള്ളർനെസിനെ കുറിച്ചൊക്കെ ഈ പോയിന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തൊന്ന് എഴുതുക. കാരണം അത് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഏതിലും ചോദിക്കാം. കുറച്ചുകൂടി അറിയാനുള്ള കാര്യങ്ങൾ എഴുതുക. മുൻപൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ അത് കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എടുക്കുക. അങ്ങനെയാണ് നമുക്കത് എഴുതാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ എപ്പോഴും. അതാണ് ജസ്റ്റ് എലിമെന്ററി ഐഡിയാസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു ബേസിക് നോട്ടിൽ നിന്ന് എടുക്കുക. അതിനുശേഷം ബാക്കി കുറച്ചുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നമുക്ക് കിട്ടും. ഓക്കെ. അതിന്റെ പോയിന്റ്സ് ഞാനിത് കുറച്ച് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് വെക്കാം. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ദെൻ പിന്നെ നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സ് ആണ്. ഓക്കെ. കാർബൺ നാനോ ട്യൂബ്സ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സ് വെച്ചാൽ അലോട്രോപ്സ് ഓഫ് കാർബണിന്റെ അലോട്രോപ്പ് ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ഉണ്ട്, SWNT എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ നമുക്കിപ്പോൾ അതൊരു ഗ്രാഫൈറ്റ് ആയിരിക്കും. ഓക്കെ. ഗ്രാഫൈറ്റ് ഷീറ്റിന്റെ ഫിഗർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫൈറ്റ് ഷീറ്റ്. ഓക്കെ. നമ്മൾ എഴുതുന്ന സമയത്ത് ഇതിൽ ഓരോ ഗ്രാഫൈറ്റും ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു ലെയർ ആയിട്ടാണ് നമ്മുടെ അവിടെ ബുക്കിൽ പതിയുന്നത്. ഓക്കെ. പെൻസിൽ ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത്. അപ്പൊ ഇതാണ് ഗ്രാഫൈറ്റ് ഷീറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു തിൻ ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ അതിനെ റോൾ ചെയ്യും. ഓക്കെ. അപ്പൊ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് മാറുന്നത്, അവിടെ നാനോ ട്യൂബ് ആയിട്ട് അവിടെ കൺവേർട്ട് ആവുന്നത്. ഓക്കെ. ഇതാണ് നാനോ ട്യൂബ് എന്ന് പറയുന്നത്, കാർബൺ നാനോ ട്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഒരു ഗ്രാഫൈറ്റ് ഷീറ്റ് ഉണ്ടാവും. ആ ഗ്രാഫൈറ്റ് ഷീറ്റ് എന്ത് ചെയ്യും, നമ്മളത് റോൾ ചെയ്യും. അപ്പൊ റോൾ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഷീറ്റ് മാറിയിട്ട് അത് എന്തായിട്ട് മാറും, വിച്ച് വിൽ കണക്ട് ടു ട്യൂബ്. ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്ന ട്യൂബ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ. അപ് ടു വിച്ച് സ്കാമ്പർ സിലിണ്ടർ വിത്ത് ഡയമീറ്റർ ഓഫ് ദ ഓർഡർ ഓഫ് നാനോമീറ്റർ. ഓക്കെ. നാനോമീറ്റർ ഓർഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് റോള് ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് വരുന്ന മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്, MWNTS എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കോൺസെൻട്രിക് ട്യൂബ്സ്, അതായത് ഒന്നിൽ കൂടുതൽ കോൺസെൻട്രിക് ട്യൂബ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോൺസെൻട്രിക് മീൻസ് സെയിം സ്ഥലം കൂടി പോകുന്നത്, അതിനകത്ത് തന്നെ പോകുന്നത്. അപ്പൊ അത്തരം ട്യൂബ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ നമുക്ക് കോൺസെൻട്രിക് ആയിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബുകൾ നമുക്ക് ഇവിടെ നിർമ്മിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലെയേഴ്സ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ അതിന്റെ സൈസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ efficient conductor of heat thus have a wide range of application in the nanotechnology. ഓക്കെ. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ അത് ഹീറ്റ് കണ്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ. Then the choice of rolling axis related to the hexagon network of graphite sheet called pitch. Okay. And the radius of closed cylinder allows the different types of SWNTS, which vary from insulating to conductor. Which vary from insulating to conductor. Okay. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് പിച്ച് എന്നാണ്. ഓക്കെ. ഹെക്സൺ നെറ്റ്വർക്ക് ഗ്രാഫൈറ്റ് ഷീറ്റിനെ പറയുന്ന പേര് പിച്ച് എന്ന് പറയും, PATCH. ഓക്കെ. ദെൻ ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു എന്താ പറയുക, കറക്റ്റ് ഡയമീറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസുലേറ്റിംഗ് ടു കണ്ടക്ടിങ് സ്റ്റേജസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ. ഡയമീറ്ററിന്റെ വേരിയേഷൻ വെച്ചുകൊണ്ട് ഇൻസുലേറ്റേഴ്സ് ആണോ കണ്ടക്ടർ ആണോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അത് അതിന്റെ ഒരു ഐഡിയ ആണെന്ന് പറയാം. ഓക്കെ. ദെൻ the way graphite sheet is warped represented by a pair of indices called chiral vector. These two lines define cross of graphite sheet along one along the horizontal zigzag bond called zigzag line and other traveling across the hexagonal line. Okay. അപ്പോൾ അതായത് അവിടെ നമ്മൾ ഇൻഡിസസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അവിടെ റോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ കോറൽ വെക്ടർ നമ്മൾ എന്താണ് പറയുന്നത്, CHORAL ആണ് കേട്ടോ, ഇത് CHORAL കോറൽ വെക്ടർ. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ അറിയപ്പെടുന്നത്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക്
ഈ ഗ്രാഫൈറ്റ് ഷീറ്റിൽ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ സിക്സാക് ബോൺസ് ഉണ്ട്. അപ്പോൾ ആ ലൈനിന്റെ ബേസിലാണ് നമ്മൾ ഇവിടെ അത് റോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വെക്ടേഴ്സിന് വേണ്ട, ഇതിലോട്ട് വേണ്ട. ഈ വെക്ടേഴ്സിനെ കുറിച്ച് ബാക്കി നിങ്ങൾക്ക് വേണ്ട, അത് പിന്നെ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി ക്വാണ്ടിറ്റി സ്റ്റഡിയിലോട്ട് മാറും. സോ അതിലോട്ട് പോകണ്ട. പിന്നെ ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ. ഓക്കെ, കാർബൺ നാനോ ട്യൂബിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിന്റെ എന്താ ജസ്റ്റ് എന്താണ് കാർബൺ നാനോ ട്യൂബ് എന്ന് നോക്കുക. ഗ്രാഫൈറ്റിന്റെ ഇതാണ്, ഷീറ്റാണ്. നമ്മൾ എന്ത് ചെയ്തു, റോൾ ചെയ്ത് അവിടെ എടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇനി പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, കാർബൺ നാനോ ട്യൂബ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്തിനൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് അറിയാം. പിന്നെ അതിന്റെ ഒരു കൺസ്ട്രക്ഷനിൽ നമ്മൾ പോകണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ നമുക്ക് തന്നെ കൊണ്ടുവരാം. സോ ഇതില് ഈ ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് CHORAL ആണോ CHIRAL ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പോൾ. ഞാൻ എന്തായാലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തിരിക്കാം. ഓക്കെ, സിറിലാണ് ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ ചെറിയ ഡൗട്ട്, ഞാൻ ടെക്സ്റ്റ് നോക്കി ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കവിടെ ഇനി അടുത്ത അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കവിടെ നോക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസ്. അപ്പോൾ നാനോ ട്യൂബ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കൊണ്ടുവരുന്നുണ്ട്. സെമി കണ്ടക്ടർ, കണ്ടക്ടർ, ഇതെല്ലാം അവിടെ കൊണ്ടുവരും. ഹീറ്റ് കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരേ ഇത് തന്നെ എന്ത് ചെയ്തു പല രീതിയിലാണ്. കാരണം ഇതിന്റെ റേഡിയസ് ഒക്കെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ മാറ്റാനായിട്ട് പറ്റും. സോ അങ്ങനെ പല ആപ്ലിക്കേഷൻ, ഒരേ സ്ട്രക്ചർ തന്നെ ഡിഫറെന്റ്, അതായത് വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻ. നമുക്ക് ശരിക്കും ഇപ്പൊ കണ്ടക്ടർ ആയിരിക്കും ഒരിക്കലും സെമി കണ്ടക്ടറോട്ട് മാറ്റാൻ പറ്റില്ല. ഇൻസുലേറ്റ് നമുക്ക് കണ്ടക്ടർ ആക്കി മാറ്റാൻ പറ്റില്ല. സൂപ്പർ കണ്ടക്ടിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ബട്ട് ഇതൊരു ഇന്റർ റിലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, കാർബൺ നാനോ ട്യൂബ് അവിടെ നിൽക്കുന്നത്. അത് ഒരേ സമയം തന്നെ പല പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതില് ഓക്കെ, ഈ വാക്ക് ചിറൽ CHIRAL തന്നെ കേട്ടോ. CHIRAL. ഓക്കെ, അത് അതിൽ തന്നെ നോട്ട്സ് തന്നെ പല രീതിയിലും അവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അതിന്റെ പേര് വന്നിട്ട് CHIRAL ആണ്. ഇത് CHRIA കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഓറൽ അവിടെ ആദ്യം ഓറൽ CORL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ടേം എന്ന് വെച്ചാൽ CHIRAL ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മുടെ നാനോ സ്ട്രക്ചർ ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ചിറൽ നാനോ ട്യൂബ്സ് എന്ന് പറയും. അപ്പോൾ അത് സാധാരണ നമുക്കതിന്റെ CNTS നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഓക്കെ, ചിറൽ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയും. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫൈറ്റ് ഷീറ്റ് റോൾഡ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കാരണം അതൊരു ചിറൽ ആംഗിൾ. ഓക്കെ, തൊട്ട് മുമ്പ് ഞാൻ അവിടെ ഒരു ആംഗിൾ പറഞ്ഞില്ലേ. അപ്പോൾ ആംഗിളിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു ചിറൽ നാനോ ട്യൂബ്സ് നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെന്ന് വെച്ചാൽ സാധാരണ സെമി കണ്ടക്ടിവിറ്റിയാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, ആംസിയർ നാനോ ട്യൂബ്സ് ഉണ്ട്, മെറ്റാലിക് ചിറൽ നാനോ ട്യൂബ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ്, ഈ സിക്സാക് നാനോ ട്യൂബ്സ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെമി മെറ്റാലിക് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, സെമി കണ്ടക്ടിങ്ങിലോട്ട് നമുക്ക് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ഒന്ന് ആ വാക്കൊന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അത് നമ്മൾ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇത് നോട്ടിൽ തന്നെ 3 പ്രാവശ്യം 3 ടേം രീതിയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് കൺഫേം ആക്കി വെക്കുക. എന്താണ് CHIRAL ആണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഈ ഒരു കാർബൺ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ AFM-ഉം SEM-ഉം TEM-ഉം നമ്മൾ പറഞ്ഞു. ഓക്കെ, AFM, EFM, STM ഒക്കെ നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു പ്രോബ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവിടെ നാനോ മെറ്റീരിയൽസിനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയൊരു മെറ്റാലിക് പ്രോബോ അല്ലെങ്കിൽ നമ്മളൊരു മുട്ടുപിന്ന് പോലത്തെ പ്രോബോ ഒന്നും കൊണ്ട് നമുക്ക് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം ചെറിയ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഒരു കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ പ്രോബുകൾ, AFM, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിക് പ്രോബുകൾ, പ്രോബ് മീൻസ് ഇവിടെ കാന്റിലിവർ ആയിട്ട് നമ്മളിങ്ങനെ ആക്റ്റീവ് എന്ന് പറയില്ലേ, അത് താഴെ വീണ പ്രോബ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാർബൺ നാനോ ട്യൂബ്സ് വെച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. സോ അതിനവിടെ ഹൈ ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫെയ്ത്ത്ഫുൾ ഇമേജിംഗ് ഓഫ് ഡീപ് സ്ട്രെഞ്ചസ് മീൻസ് അവിടെ ഉണ്ടാകുന്ന കുഴികൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാലോ ഡീപ് സ്ട്രെഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്റ്റെമ്മിലും EFM, ഓക്കെ, ഇലക്ട്രോൺ ഫോഴ്സ് മൈക്രോസ്കോപ്പി നമ്മൾ FEM പഠിച്ചിട്ടില്ല, AFM നമ്മൾ പഠിച്ചിട്ടുള്ളൂ. FEM-ഉം EFM-ലും AFM-ലും STM-ലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു നമ്മുടെ കാർബൺ നാനോ ട്യൂബ്. ഓക്കെ, CNT എക്സിബിറ്റ് എക്സ്ട്രാ ഓർഡിനറി മെക്കാനിക്കൽ പ്രോപ്പർട്ടി അലോങ് വിത്ത് എക്സ്ട്രീംലി തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതവിടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടി അവിടെ കാണിക്കും. കാരണം സ്ട്രെങ്ത് ഉണ്ട് അത്യാവശ്യം. ഓക്കെ, ബാക്കി നമ്മുടെ ഇത്രയും
സൈസ് അതായത് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സൈസിനനുസരിച്ചുള്ള സ്ട്രെങ്ത് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ എന്താണ് ഇവിടെ വളരെ കൂടുതലാണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് എക്സ്ട്രാ ഓർഡിനറി മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പ്രോപ്പർട്ടീസ്. ഇനി ഇത് നമ്മൾ നോക്കുന്നതനുസരിച്ചിട്ട് പല ഇതും വരും. കാരണം ഇന്നും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്നൊക്കെ പറയുന്നത്. പല രീതിയിലും റിസർച്ചുകൾ ഇന്നും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. നമ്മുടെ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ ഇതിന്റെ റിസർച്ച് വിങ്ങുകളുണ്ട്. ഓക്കെ. കാര്യവട്ടം ക്യാമ്പസിനകത്തൊക്കെ ഈ കാർബൺ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മുടെ നാനോ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള ഇതുണ്ട്. പല കോളേജസുകളും ഇതിന്റെ റിസർച്ച് വിങ്ങുകളുണ്ട്. ഓക്കെ. അപ്പോൾ അവരൊക്കെ നാനോ മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ഏത് ഇതിലാണ് വരുന്നത്. ഓക്കെ. ഇത് വേണമെങ്കിൽ നമുക്ക് കാർബൺ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഇല്ല നമുക്ക് ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ കാണുന്ന ഏതെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീവ്സോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നാനോ മെറ്റീരിയൽസുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫീൽഡ് ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് നമ്മുടെ ഈ ഒരു നാനോ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മുടെ നാനോ ഡയമണ്ടിനെ കുറിച്ചാണ്. ഓക്കെ. നാനോ ഡയമണ്ട്. ഓക്കെ. That is, nanodiamond is a term broadly used for series of diamond-based nanoscale materials such as phase pure, nanocrystalline, diamond films, diamond nanoparticle, agglomerators, one-dimensional nano rods, diamond nanoplates, two-dimension, ultra nanocrystalline diamond, UNCD. ഓക്കെ. അതായത് ഇതെല്ലാം നമ്മളെ നാനോ ഡയമണ്ട്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ. ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. സോ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് വി ക്യാൻ യൂസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നാനോ ഡയമണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നാനോ സ്കെയിലിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. അല്ലെങ്കിൽ എന്താ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. നമുക്ക് ഒറ്റ കാറ്റഗറിയുടെ കീഴിൽ വരുന്നത് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൽ that is a UNCD film possesses unique properties and has some novel technological application. Synthesis include various processes like condensation of carbonate material, combustion of carbonate material, gliding, milling, and grinding of natural diamond powder, chlorination of carbides, electron irradiation, etc. അതായത് നമുക്കിപ്പോൾ ഈ ഒരു കാർബൺ നാനോ സ്ട്രക്ചേഴ്സ് എങ്ങനെ കാർബൺ നാനോ ഡയമണ്ട്സ് എങ്ങനെ ഫോം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഇന്നത്തെ ടെക്നോളജിക്കലി ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ് എന്ന് പറയുന്നത് ഈ ഒരു കാർബൺ നാനോ ഡയമണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് പുറമെ തന്നെ അതിന്റെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അവിടെ നോക്കണം. ദെൻ ഏതൊക്കെ പ്രോസസ്സ് ആണ് ഒരു സാധാരണ നമ്മുടെ ഡയമണ്ട് നോർമൽ ഡയമണ്ട് എന്ത് ചെയ്യാറുണ്ട്? പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മളത് എടുക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോൺ ഇറാഡിയേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ഇലക്ട്രോൺ ഇറാഡിയേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമുക്ക് PG സിലബസിലുണ്ട്. ഓക്കെ. ഇലക്ട്രോൺ ഇറാഡിയേഷൻ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. ദെൻ പിന്നീട് നമുക്ക് ക്ലോറിനേഷൻ ഓഫ് കാർബൈഡ്സ് ക്ലോറിനേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ എന്താണ് കമ്പഷൻ ഓഫ് കാർബണേസ് മെറ്റീരിയൽസ്. ഓക്കെ. പിന്നെ ബ്ലെൻഡിങ് പ്രോസസ്സ്, മില്ലിങ് ഒക്കെ ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം നമുക്കത് കൊണ്ടുവരാം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കോട്ടിംഗ് ഒക്കെ ലെൻസിന്റെ ഒക്കെ പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം കോട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അവിടെ ഈ ഒരു കാർബൺ നാനോ ഡയമണ്ട്സിൽ വരുന്നുണ്ട്. ദെൻ മെഡിസിൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്നു. പിന്നെ ലൂബ്രിക്കൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. സർട്ടൻ ടൈനി മെഷീനറീസിലൊക്കെ നമുക്ക് ലൂബ്രിക്കൻസ് ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു കാർബൺ നാനോ ഡയമണ്ട്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഡ്രഗ് ഡെലിവറി. ഓക്കെ. നമ്മുടെ ബോഡിയിലോട്ട് ഡ്രഗ്സ്. ഓക്കെ. ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താണ് മെഡിക്കൽ ഡ്രഗ്സ്. ഓക്കെ. അത് നമുക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എന്താ ഇലക്ട്രോണിക്കലി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ബയോ ഇമേജിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബയോ ഇമേജിംഗിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇൻസൈഡ് ഉള്ള സെല്ലിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ട്യൂമർ ഇമേജസ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. നാനോ ഡയോഡ്സ് ഇത് നമ്മൾ ഡയമണ്ട്സ് തന്നെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പോയിട്ട് വരുന്ന സമയം എന്ത് ചെയ്യും ഇതിന്റെ ഇമേജിംഗ് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ നല്ല രീതിയിൽ നമ്മൾ ഇത് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു നാനോ ഡയമണ്ട്സ്. ഓക്കെ. അപ്പോൾ അതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിന് പുറമെയാണ് ഇതിന്റെ ലൂബ്രിക്കൻസും ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ ഹീറ്റ് സിങ്ക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇലക്ട്രോണിക്കലി പറയുവാണെങ്കിൽ ഹീറ്റ് സിങ്ക് മീൻസ് നമുക്കിപ്പോൾ ഒരു IC ഒക്കെ ചൂടാകാതെ സൂക്ഷിക്കുന്നതിന് നമ്മൾ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. കൂളിംഗ് സിസ്റ്റം. അപ്പോൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റും. സെൻസേഴ്സ് ആയിട്ട്. കാരണം ഇതൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചെറുതായിട്ടുള്ള ഒരു ഫീൽഡ് പോലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓരോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ സെൻസേഴ്സ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട് ഇതവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ.
പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് കേട്ടോ. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നു. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സം ഓഫ് ദ നോവൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഹൈ ഹാർഡ്നെസ്. ഓക്കെ, ഹാർഡ്നെസ് ഇതിന്റെ കട്ടി അത്യാവശ്യം കൂടുതലാണ്. അറിയില്ല, ഡയമണ്ട് ഓൾറെഡി എന്ത് തന്നെയാണ്, അത്യാവശ്യം കട്ടിയുള്ളത്, ഹാർഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് വരുന്നുണ്ട്. ദെൻ പിന്നെ വരുന്ന എന്താണ്, നാനോ ഡയമണ്ട് ടു പോളിമേഴ്സ്. ഓക്കെ, പ്രൊവൈഡ് ഇൻക്രീസ് ഇൻ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഓക്കെ, മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൂട്ടുന്നുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ വിയർ റെസിസ്റ്റൻസ്. വിയർ റെസിസ്റ്റൻസ് മീൻസ് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകത്തില്ല. ഓക്കെ, ലൂബ്രിക്കൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലൈന്റ് ആയി പോകേണ്ട ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് due to the rich surface chemistry, the absence of toxic impurity and small size make a nano diamond a very convenient object for biomedical applications. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്. ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇത് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിന്റെ കോമൺ ആപ്ലിക്കേഷൻസ് ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, വൺ ഓഫ് ദ മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് എന്താണ്, നാനോ മെറ്റീരിയൽസ്. ഓക്കെ, ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് എന്ത് വരുന്നുണ്ട്, നമുക്ക് ഈ ഒരു നാനോ ടെക്നോളജിയെ ബന്ധപ്പെട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കാർബണിനെ കുറിച്ച് നമുക്ക് അവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഹിയർ ഡിസ്കസ് അബൌട്ട് ദ നമ്മുടെ കാർബൺ സോറി നാനോ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, നാനോ ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ട് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മുടെ സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ, മോളിക്കുലർ മെഷീൻ. ഓക്കെ, നാനോ ബയോമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ. ഓക്കെ, അതായത് നാനോ ബയോമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഇതും അതുപോലെ തന്നെ എന്താണ്, ഈ നാനോ മെറ്റീരിയൽസും കൂടി മെഡിസിൻ ഫീൽഡിൽ നമ്മുടെ ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടി, ഓക്കെ, ബോഡിയിലോട്ട് ഇൻസുലിൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് അവിടെ നമ്മൾ നല്ല രീതിയിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഓഫ് നാനോ ടെക്നോളജി പറഞ്ഞിട്ട് മോഡൽ 6 തൊട്ട് താഴെ, ഓക്കെ, നമ്മുടെ നാനോ സ്ട്രക്ചേഴ്സ്, നമുക്ക് നാനോ സ്ട്രക്ചേഴ്സിൽ കുറച്ച് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഞാൻ അത് നെക്സ്റ്റ് സെക്ഷനിൽ അത് പറഞ്ഞുതരാം. നമ്മുടെ ഇതിനെ കുറിച്ച് നാനോ 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 ട്യൂൺ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ നാനോ ഇലക്ട്രോണിക്സ്, സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസിസ്റ്റർ. ഓക്കെ, പിന്നെ മോളിക്കുലർ മെഷീൻ. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ അവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതെന്ന് പറയുന്നത് തൊട്ട് താഴെ നമുക്ക് വീണ്ടും ഒരു സബ് ടോപ്പിക് ആയിട്ട് അവിടെ പറയുന്നുണ്ട്, പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ ബെനിഫിറ്റ്സ് ഫ്രം നാനോ ടെക്നോളജി. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, nanotechnology has a diverse application across multiple sectors, revolutioning industries to enhance method, improve efficiency and innovative solution. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻസ്, ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മൾ നാനോ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇലോബറേറ്റ് ചെയ്യാം, ഓർഡിനറി നമുക്ക് ഇലോബറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, ഞാനത് നോട്ട്സിൽ വേണമെങ്കിൽ അതിന് ഇലോബറേറ്റ് ചെയ്ത് കുറച്ച് തരാം. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക, ടൈം കിട്ടുന്നതനുസരിച്ച് അത് വായിക്കുക. കാരണം അതൊന്നും പിന്നെ പ്രത്യേകിച്ച് ഒരു എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ലെവൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആൻസേഴ്സ് ചെയ്യാം. കാരണം അത് അങ്ങനത്തെ ഒരു സെക്ഷനാണ് ഈ ആപ്ലിക്കേഷൻ വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് അപ്പൊ ഇലക്ട്രോണിക്സ് ബേസ് നോക്കുകയാണെങ്കിൽ നാനോ സൈസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ മെമ്മറി സ്റ്റോറേജ് നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് ഇപ്പോൾ ഉണ്ട്, അത്യാവശ്യം മെമ്മറി സ്റ്റോറേജ് ഇപ്പോൾ തന്നെ കൂടുതലുണ്ട് നമുക്ക്. ദെൻ അതിനെക്കാട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് മെമ്മറീസ്. ഓക്കെ, കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ടുള്ള ഫാസ്റ്റ് മെമ്മറീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ദെൻ സ്മോൾ സൈസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഇത് കൊണ്ടുവരാം. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ സൈസ് അത്യാവശ്യം കുറവാണ്. ഓക്കെ, സ്റ്റോറേജ് സൈസ് എന്നല്ല, ഈ ഒരു ഇപ്പൊ മെമ്മറി കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് ഡിവൈസ് സൈസ് മുൻപൊക്കെ ഉള്ള ഹാർഡ് ഡിസ്കും ഇന്നത്തെ ഹാർഡ് ഡിസ്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം അങ്ങനെ ഒരു ടെക്നോളജി വന്നുകൊണ്ടാണ് നമ്മുടെ ഫോണൊക്കെ നമ്മുടെ കയ്യിൽ പോയിരിക്കുന്നത്. ഓക്കെ, കാരണം ഫോണിനകത്ത് എന്തുണ്ട്, 128 GB സ്റ്റോറേജ്, 512 GB, പിന്നെ 1 TB സ്റ്റോറേജ് വരുന്ന ഫോൺ വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെമ്മറി കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മുൻപത്തെ ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൊണ്ടുവന്ന ഹാർഡ് ഡിസ്ക് ഏകദേശം ഒരു റൂമിന്റെ വലിപ്പം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു. നമ്മളെ കാണാൻ തുടങ്ങിയ തൊട്ടുള്ള ഹാർഡ് ഡിസ്ക് ഏകദേശം നമ്മുടെ എത്രയാ, ഒരു ബുക്കിന്റെ അത്ര സൈസ്, ബുക്കിന്റെ അത്ര അല്ല, ഒരു ബുക്കിന്റെ ഒരു പകുതിയുടെ സൈസ് ഒക്കെയാണ് നമ്മുടെ ഏകദേശം ബുക്ക് ടെക്സ്റ്റ് തിക്നെസ്സും ആ ഒരു ലെവലാണ് എന്ത് ചെയ്തത് ബുക്ക് അന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് വീണ്ടും കുറഞ്ഞു കുറഞ്ഞ് എന്ത് ചെയ്തു, ഇത്രയും ഒതുങ്ങി വന്നു. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം ആരൊക്കെയാണ്, ഈ ഒരു നാനോ ടെക്നോളജി ഒക്കെയാണ്. പിന്നെ ടെക്സ്റ്റൈൽസിൽ, ഓക്കെ, ടെക്സ്റ്റൈൽസിൽ മെയിൻലി വരുന്നത് നമ്മുടെ നാനോ, ഇപ്പൊ നമ്മുടെ നാനോ അംബ്രല്ലാസ് ഒക്കെ ഉണ്ട്. നാനോ അംബ്രല്ല മീൻസ് അത് സൈസ് വെച്ചിട്ട് പറയണതാണ്, അത് നാനോ ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ ഈ ഒരു അതിലൊക്കെ തന്നെ നമ്മുടെ വാട്ടർ റിപ്പല്ലന്റ്. ഓക്കെ, വാട്ടർ റിപ്പല്ലന്റ് മീൻസ് നമുക്കിപ്പോ ഫാബ്രിക്സ് തന്നെ ഇപ്പൊ വെള്ളം വീണാലും പറ്റാത്ത, ഇപ്പൊ അറിയാം നമുക്കിപ്പോ അങ്ങനത്തെ ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. കാരണം കേരളത്തില് ഇപ്പൊ ചൂടുണ്ട്, കാരണം കുറച്ച് ദിവസം മുൻപുള്ള കാലാവസ്ഥ അറിയായിരിക്കും എന്തായിരുന്നു, കംപ്ലീറ്റ്ലി അവിടെ മഴയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, റെയിൻകോട്ട് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ബട്ട് ഈ വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള ടെക്സ് എന്താ ഫാബ്രിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
അത്തരം ഫാബ്രിക്സ് തന്നെ ധരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറത്ത് പോകാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യും. ഇന്ന് ഉണ്ട് അതില്. അത് നമ്മുടെ ഒരു മിലിറ്ററി പർപ്പസിനും അങ്ങനെയുള്ള ലെവലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വാട്ടർ റിപ്പല്ലന്റ് ആയിട്ടുള്ള ഇത്. അല്ല ഇന്നും മാർക്കറ്റിൽ ഒരു വിധത്തിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് പോയാലേ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ലൈഫിൽ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ട് വരുന്നത്. പിന്നെ ഡ്യൂറബിൾ ഫാബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോസ്മെറ്റിക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീംസ്, അതുപോലെ ആന്റി ഏജിങ് ക്രീംസ്, സ്കിൻ കെയർ. സ്കിൻ കെയറിലും അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഇതവിടെ കൊണ്ടുവരാനായിട്ട് പറ്റണം. കാരണം എന്തുകൊണ്ടാ? ബേസിക്കലി എന്താ കാര്യം? കാരണം നമുക്ക് അത്രത്തോളം ഈ നാനോ സ്ട്രക്ചേഴ്സ് കുറവാണ്. അല്ലെങ്കിൽ അതിന്റെ സൈസ് കുറവാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യും? പുറത്തോട്ട് അത് അപ്ലൈ ചെയ്തിട്ട് അറിയത്തില്ല. ബട്ട് നമുക്ക് ആ ഒരു ഗ്ലോയും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സണ്ണിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇന്ന് നമുക്കറിയാം സൺസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാ? ഈ ഒരു അത് ബ്യൂട്ടി എന്ന പർപ്പസ് മാത്രമല്ല, ഇന്ന് ചൂടിന്റെ ഒരു ഇത് വെച്ച് നോക്കും. മഴയാണെങ്കിൽ മഴയാണ്. ബട്ട് ചൂടാണെങ്കിൽ ചൂട് കാലാവസ്ഥ. ആ സമയത്ത് പുറത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ. കാരണം പ്രൊട്ടക്ഷന് വേണ്ടി. പിന്നെ എൻവയോൺമെന്റില് പൊല്യൂഷൻ കൺട്രോൾ. ഈ പൊല്യൂഷൻ കൺട്രോളിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു നാനോ ഫൈബേഴ്സിന്. നാനോ ടെക്നോളജിക്ക്. അവിടെ നമുക്ക് പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് നാനോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാരണം അവിടെ വെയിറ്റ് ട്രീറ്റ്മെന്റിനും പിന്നെ നമ്മുടെ ഈ വെഹിക്കിൾസിൽ ഇൻഡസ്ട്രീസിലൊക്കെ ആയാലും ഈ കാറ്റലിസ്റ്റ് നമുക്ക് ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൊല്യൂഷൻ കൺട്രോളിംഗ് ചേമ്പേഴ്സിൽ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അവിടെ നാനോ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? ഇതിനെ അവിടെ അബ്സോർബ് ചെയ്യും. നമ്മളപ്പോൾ സ്റ്റഡീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതില് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ യൂസ് ചെയ്യാൻ പറ്റുമോ, വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ, അതിലെവിടെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വാട്ടർ പ്യൂരിഫിക്കേഷനും എന്ത് ചെയ്യാം? നാനോ ടെക്നോളജി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ മെത്തേഡ്സ്, അതായത് നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിട്ടും എന്ത് ചെയ്യാം? നാനോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അവിടെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ പ്ലാന്റ് സെൽസ് അബ്സോർബ് ചെയ്യും. ഇത്രയും പൗഡർ ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് സെൽസ് എന്ത് ചെയ്യും? ഇതിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഡെലിവറി നടക്കും. എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും? പെട്ടെന്ന് ഇത് അവിടെ എത്തും. അങ്ങനെ പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഇതിന്റെ മേജർ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. നമ്മൾ ഇതിൽ മേജർ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. പിന്നെ ബെനിഫിറ്റ്സ് ഫ്രം നാനോ ടെക്നോളജി. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. ഇതിനെ ഓരോന്നിനെയും ഓരോ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകൂടി ഒന്ന് എലോബറേറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഹിൻസ് എന്ന് പറയുന്നത്. ദെൻ അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്? ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ വരുന്ന മേജർ ബെനിഫിറ്റ് ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് പെർഫോമൻസ്, സ്ട്രോങ്ങർ ലൈറ്റർ ആൻഡ് മോർ ഡ്യൂറബിൾ മെറ്റീരിയൽ. സ്ട്രോങ്ങറും സൈസ് കുറഞ്ഞതും അതുപോലെ തന്നെ ഡ്യൂറബിളും ആയിട്ടുള്ള ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒന്ന് രണ്ട് കേസാണ്. കാരണം എന്താ നാനോയുടെ സൈസ് റേഷ്യോ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം എന്താണ്? ഇതവിടെ സ്ട്രോങ്ങർ ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റും ആണ്. പിന്നെ എനർജി എഫിഷ്യൻസി. അപ്പൊ നമുക്ക് ബാറ്ററീസും കപ്പാസിറ്റീസും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ നമ്മൾ ഇന്ന് ഇങ്ങനെ നിരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ നമുക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ യൂസും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അന്ന് നമ്മൾ തിയറിക്കലി പഠിച്ച് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോസിബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് അവിടെ ഇപ്പോഴത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് കറക്റ്റ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് വന്നിട്ടില്ല. ബട്ട് ഈ ഒരു ബാറ്ററി ഒക്കെ ഏജിങ് സംഭവിച്ച് ഡീക്കേ ആവും. നമ്മുടെ ഫോണിലൊക്കെ പിന്നെ ഒരു ചാർജ് നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അപ്പൊ അതുപോലത്തെ സിറ്റുവേഷൻ എന്ത് ചെയ്യാം? ഈ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരാം. പിന്നെ നമ്മൾ ഫ്രീക്വന്റ്ലി ബാറ്ററി ഒക്കെ മാറ്റേണ്ടി വരും. അങ്ങനെ പല ഇതും വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനി അടുത്തൊരു നമ്മളെ സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്യാൻ പോകുന്നവർക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. ഇതുപോലത്തെ ബാറ്ററീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം നാനോ മെറ്റീരിയൽസ് ഒരു സെക്ഷൻ അല്ലാതെ നമുക്ക് സൂപ്പർ ബാറ്ററീസ് ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. സൈസ് കുറഞ്ഞിട്ട് വളരെ എഫിഷ്യൻസി കൂടിയ ബാറ്ററീസ്. സൈസ് കുറഞ്ഞിട്ട് ലൈഫ് ടൈം കൂടിയ ബാറ്ററി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ രീതിയിൽ ചാർജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി സൈസ് ഉള്ള ബാറ്ററീസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിലും അഡ്വാൻസ് ഉണ്ട്. കാരണം നമ്മൾ സാധാരണ മുൻപത്തെ വണ്ടികളിൽ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. അതിനെക്കാട്ടി ലൈഫ് ആർക്കുണ്ട്? ലിഥിയം അയോൺ ബാറ്ററീസിനും പോളിമർ ബാറ്ററീസിനും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും അഡ്വാൻറ്റേജ് തന്നെയാണ്. ബട്ട് അതിൽ നിന്നും സൈസ് കുറയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സ് നമ്മൾ സൂപ്പർ കപ്പാസിറ്റേഴ്സിന്റെ നിർമ്മാണത്തിന് ഈ നാനോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെ ബെനിഫിറ്റിൽ വരുന്ന മെഡിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ഡ്രഗ് ഡെലിവറി, ഫാസ്റ്റ് ഡയഗ്നോസിസ്, എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ മെഡിസിൻ കൊണ്ടെത്തിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ തലവേദന എടുത്തിരിക്കുന്ന സമയത്ത് ഒരു പാരസെറ്റമോൾ കഴിക്കുന്ന സമയത്ത് കഴിച്ച് ഓൺ ദി സ്പോട്ട് നമുക്ക് മാറില്ല. കാരണം അത് എന്ത് ചെയ്യണം? ആ ബോഡിയിൽ പോയിട്ട്
നമ്മുടെ സ്റ്റൊമക്കിൽ പോയാൽ എന്ത് ചെയ്യും? ഡിസോൾവ് ആണ്. ഡിസോൾവ് ആയിട്ട് അവിടുത്തെ നമ്മുടെ ന്യൂട്രിയൻസ് എല്ലാം കൂടി എന്ത് ചെയ്യും? അവിടുത്തെ ഇൻറ്റെസ്റ്റൈൻ കളക്ട് ചെയ്ത് ഇൻറ്റെസ്റ്റൈൻ നേരെ ഹാർട്ടിലെത്തിക്കും. ഹാർട്ടിൽ നിന്നടുത്ത് ബ്ലഡ് പമ്പ് ചെയ്ത് എന്ത് ചെയ്യണം? ബ്രെയിനിലെത്തണം. കാരണം എന്നാലേ നമുക്ക് ഹെഡേക്ക് അവിടെ മാറത്തുള്ളൂ. ഓക്കെ. ബട്ട് ഈ ഒരു നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ അതിനെ എവിടെ കൊണ്ട് എത്തിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓൺ ദി സ്പോട്ട് തന്നെ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ വെയിൻസ് വഴി വെയിനിലേക്ക് നമ്മൾ ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യും? അത് എവിടെ എത്തുന്നുണ്ടോ ആ പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ കൊണ്ടെത്തിക്കാനൊക്കെ നമുക്കവിടെ പറ്റും. അങ്ങനെ ഡ്രഗ് ഡെലിവറി കറക്റ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇൻസൈഡ് ദ ബോഡിയിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോർഷനിലായിരിക്കും നമുക്ക് പ്രശ്നം. ഓക്കെ. അപ്പോൾ ആ പോർഷൻ മാത്രം ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് നമുക്കവിടെ നടത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നമ്മൾ സൈഡ് എഫക്ട് വരാറുണ്ടെന്ന് പറയും. കാരണം എന്തുകൊണ്ട്? കാരണം നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നെങ്കിലും അത് മറ്റ് ബോഡി പാർട്സിലും പോവും. പക്ഷെ അവിടെ പ്രശ്നമില്ലാത്തത് ചിലപ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കാറുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് ഡ്രഗ് ഡെലിവറി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. അതുതന്നെ നമുക്ക് എവിടെയാണോ വേണ്ടത് ഓക്കെ ആ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ദെൻ കോസ്റ്റ് എഫിഷ്യൻസി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് റിസോഴ്സ് കൺസപ്ഷൻ ആണ് ഇംപ്രൂവ്ഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്. അതായത് നമ്മൾ ഇതിന് നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന പ്രത്യേകിച്ച് ഒരു കോമ്പൗണ്ട് ഒന്നുമല്ല. സാധാരണ നമുക്ക് അവൈലബിൾ കാർബൺ, സിലിക്കൺ ഇതുപോലത്തെ കോമ്പൗണ്ട്സ് ഒക്കെയാണ് എന്ത് നാനോ മെറ്റീരിയൽസിന്റെ പ്രിപ്പറേഷൻ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിസോഴ്സ് മതി. സോ നമുക്ക് എന്ത് ചെയ്യാം? മാനുഫാക്ചറിംഗ് പ്രോസസ് മാക്സിമം നമുക്ക് അവിടെ എഫക്റ്റീവിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതൊക്കെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ പറഞ്ഞത് എന്താണ്? ഈ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓക്കെ വേസ്റ്റ് മാനേജ്മെന്റും പൊല്യൂട്ടൻ റിമൂവൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സിൽ വരുന്നത്. ഓക്കെ. ഇതാണ് മേജർ ബെനിഫിറ്റ്സ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇവിടെ ചലഞ്ചസ്. ഓക്കെ. ഇതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ. ഓക്കെ. ഇതിന്റെ ചലഞ്ചസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഏകദേശം എന്ത് തന്നെയാണ്? ഇവിടെ ഇതിലിപ്പോ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ക്യാൻ നാനോ ടെക്നോളജി ഹെൽപ്പ് ഇൻ അഡ്രസ്സിംഗ് വേരിയസ് ചാലഞ്ചസ്. ഓക്കെ. അതായത് എന്തൊക്കെ ചാലഞ്ചസ് നമുക്ക് ഇത് വെച്ച് അഡ്രസ് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പോൾ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലോബൽ ഇഷ്യൂസ് നമുക്കവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പലതിന്റെയും സ്കേഴ്സിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫുഡ് സ്കേഴ്സിറ്റി അല്ല സാധാരണ റിസോഴ്സ് ഒക്കെ ഇപ്പോൾ എന്തെങ്കിലും അവൈലബിലിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഫുഡ് സ്കേഴ്സിറ്റിയും കുറയ്ക്കാം. എങ്ങനെയാ? കാരണം അഗ്രികൾച്ചർ കൂട്ടിയാൽ നമുക്ക് ഫുഡ് കിട്ടും. ഓക്കെ. അപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്തിൽ തന്നെ കൂടുതൽ പ്രൊഡക്റ്റ് ഈ ഹൈ ഈൽഡ് ഓക്കെ ഹൈ ഈൽഡ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ശരിക്കും നാനോ മെറ്റീരിയൽസ് ഫുഡ് സ്കേഴ്സിറ്റിയും കുറയ്ക്കും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആ ഒരു അഗ്രികൾച്ചർ ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അവിടെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അവിടെ നമുക്ക് വരുന്ന ഏതാണ്? ഈ ഒരു ഹെൽത്ത് കെയറിൽ ഓക്കെ ഹെൽത്ത് കെയറിൽ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ഡ്രഗ് ഡെലിവറിയും പേഴ്സണലൈസ്ഡ് മെഡിസിൻ. പേഴ്സണലൈസ്ഡ് മെഡിസിൻ മീൻസ് ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലോട്ട് വരുന്ന ഈ ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആർക്ക് തലവേദന നമ്മൾ എന്ത് ചെയ്യും? പോയി പാരസെറ്റമോൾ കഴിക്കും. പാരസെറ്റമോളിൽ തീർന്നില്ല എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഡോളോ വാങ്ങിച്ച് കഴിക്കും. ഓക്കെ. 650 പാരസെറ്റമോൾ. അത് ഇപ്പോ ഏത് ആയാലും ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും എന്തിനാണ് ചെയ്യുന്നത്? ഇതേ സംഭവം തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ അത് നാനോ മെറ്റീരിയൽ മാത്രമല്ല ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയും. ദെൻ അതിൽ തന്നെ വീണ്ടും സബ്സെക്ഷൻസ് ഉണ്ട്. ഓക്കെ. ബയോടെക്നോളജിയും ഇൻഫർമാറ്റിക്സും അതുപോലെ നമ്മുടെ ഐടി ഓക്കെ കമ്പ്യൂട്ടർ ഇതുപോലത്തെ ഫീൽഡുകൾ ഇന്റഗ്രേറ്റ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അവിടെന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എന്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ എന്റെ ബോഡി അതായത് ഇപ്പോൾ എന്റെ തലവേദനയുടെ സ്ട്രെങ്ത് അനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാം? മെഡിസിൻ അവിടെ തരും. ഓക്കെ. അല്ലാതെ പോകുന്നവർക്കെല്ലാം എന്തല്ല പാരസെറ്റമോളോ മാറിയില്ലെങ്കിൽ അടുത്ത ഡോളറുടെ മരുന്നല്ല എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഹെൽത്ത് കണ്ടീഷനും ബാക്കിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ബൾക്കിങ് സംഭവിക്കില്ല. അതായത് നമുക്ക് കൂടുതലായിട്ട് കഴിച്ചൊന്നും വേണ്ട, കുറച്ച് പോയൊന്നും വേണ്ട. നമ്മുടെ ആവശ്യാനുസരണമുള്ള മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ തരാൻ പറ്റും. ഇന്ന് നമ്മൾ കഴിക്കുന്ന പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ല. നമ്മൾ എത്രത്തോളം ഡോസേജ് കുറച്ചും കൂട്ടിയും കഴിച്ചാലും അത് നമ്മുടെ ഹെൽത്തിന്റെ എല്ലാ പാരാമീറ്റേഴ്സും അനലൈസ് ചെയ്തല്ല എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് അവിടെ നമുക്ക് മെഡിസിൻ തരുന്നത്. അപ്പോൾ അതൊരു ബെനിഫിഷ്യറി കാര്യമാണ്. എന്താണ് ഈ ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡ്രഗ് ഡെലിവറി സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു വാട്ടർ ക്രൈസിസ് മാറ്റാൻ പറ്റും. കാരണം ഇന്ന് നമുക്ക് പലതിലും നമുക്ക് വെള്ളമുണ്ട്. പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്തുകൊണ്ടാ? കാരണം അത് മലിനജലമാണ്. ഓക്കെ. നമ്മൾ ഇന്ന് നോക്കുന്നിടത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഓക്കെ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ബട്ട് എന്നിരുന്നാലും നമുക്ക് പലയിടത്തും നമുക്കിപ്പോ കേരളത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളമുണ്ട്. ബട്ട് അത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കിണറ്റിൽ വെള്ളം ഇല്ലെങ്കിലും പുറത്ത് ആറ്റിലോ അതിനടുത്തുള്ള ചെറിയ അരുവികളിലോ ഒക്കെ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? പോയി കുടിക്കാൻ കുളത്തിലൊക്കെ വെള്ളം ഉണ്ടാവും. കുടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം അത് പൊല്യൂട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ വാട്ടർ ക്രൈസിസ് മാറ്റാൻ പറ്റും. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് വാട്ടർ ക്രൈസിസ് മാറ്റാം. പൊല്യൂഷൻസ് റിമൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതിൽ അഡ്രസ്സിംഗ് ചലഞ്ചസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നതാണ്.
പിന്നെ എനർജി ഡിമാൻഡ് ഞാൻ പറഞ്ഞു തൊട്ട് മുൻപേ പറഞ്ഞ ഒരു ബാറ്ററിയുടെ കേസും ഓക്കെ. അപ്പോൾ അങ്ങനെ സ്റ്റോറേജും പിന്നെ റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ചലഞ്ചസ് ആയിട്ട് വരുന്ന കേസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും ടോപ്പിക്സ് ഇവിടെ നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു റോൾ ഓഫ് നാനോ ടെക്നോളജി അഡ്രസ്സിങ് ചലഞ്ചസ്, എങ്ങനെ നമുക്ക് ചലഞ്ചസ് അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, എനർജി എഫിഷ്യൻസിയും ഓക്കെ, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്ഷൻ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ എനർജി എഫിഷ്യൻസി, സോളാർ സെൽസ്, ഫ്യൂൽ സെൽസ്, ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഇത് നമുക്ക് ഓരോ ടോപ്പിക്സ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.